ഹലോ ഗൈസ്, വാട്സാപ്പ്. അപ്പോൾ ഈ ഫുട്ബോൾ മാസ്റ്ററിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളൊരു മാച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് പ്ലെയറാണ് ഗൈസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ബിഗിനറാണ് ഇട്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് സിമ്പിളായിട്ട് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ ബെക്കംബൂറിനെ കിട്ടാൻ വേണ്ടി എനിക്ക് 2 ഗോളും കൂടെ അടിക്കണമായിരുന്നു. ബിഗിനറിട്ട് കളിച്ചാണ് ഞാൻ, അല്ലാണ്ട് ടോപ്പ് പ്ലെയറാണ് ഇട്ട് കളിക്കാറുള്ളത്. എനിക്ക് ടീം ഓർമ്മയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നടന്നില്ല. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത് മറ്റേ പെനാൾട്ടി കിട്ടിയതാണ്. ഇതിന് നല്ല പവറുണ്ട്. ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാണ് ഈ ലോങ് റേഞ്ച് അടിച്ചത്. ഈ ഗോൾ കീപ്പർ കയറി വരുന്ന പേടിയാട്ടോ. മെസ്സി ഒരു കാര്യമില്ലായിരുന്നു മെസ്സിക്ക് കൊടുക്കണ്ട. മെസ്സിക്ക് ഹൈറ്റ് ഇല്ലല്ലോ. മെസ്സിക്ക് ഹൈറ്റ് ഇല്ലെങ്കിലും മെസ്സിൻ്റെ ഡ്രിബിളിങ്, അത് ഏത് മെസ്സി ആണെങ്കിലും ഗൈസ് പെനാൾട്ടി. ഗൈസ്, ഞാനാണോ അവനെ പോയി കളിയില്ലേ? ഗൈസ്, കുറേ സന്തോഷിച്ചു. ഒരു കാര്യമില്ല. അത് കയറും. ഞാൻ അടിച്ചു. നല്ല ഗോളായിരുന്നു ഗൈസ്. നമുക്ക് നോക്കാം. ഞാൻ അത്രയും നെയ്ബറിനോട് അത്രയും പതുക്കെ പോയി. കണ്ടോ, കയറുവാണെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണർ തന്നെ അടിച്ചു കയറ്റി ഗൈസ്. ഗൈസ്, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസും ഇതും ഞാൻ കൊടുത്തിട്ടില്ല. സോറി ഗൈസ്. ഇതാണ് എൻ്റെ ശരിക്കുള്ള സൗണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഇവിടെ ഇരിക്കുന്നു ഗൈസ്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ പാടാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗൈസ്. കോസ്റ്റൊക്കെ ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഡ്രിബിൾ ചെയ്ത് പോകണമെന്ന് വിചാരിച്ച ഗൈസ്. എനിക്ക് ഡബിൾ ടച്ച് ഉള്ള ഒരു ഇതായിരുന്നെങ്കിൽ ഗൈസ്. അങ്ങോട്ടല്ലടാ ഡീപ്പോളെ ഗൈസ്. ഈ ഡീപ്പോൾ എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്കിന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ ഡീപ്പോൾ കൊള്ളാം. ഈ ഡീപ്പോളിന് കിട്ടിയ ആ ദിവസം തന്നെ ഞാൻ 6 ഗോളും കണ്ട് അടിച്ചിട്ടുണ്ട്. ആ ഡീപ്പോളിനെ വെച്ച് മാത്രം. അവിടെ ലൂയിസേ, എന്താടാ നീ ഇങ്ങനെ? ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഓടിയെന്ന് വിചാരിച്ച ഓടിയില്ല. എന്തുവാണ് എല്ലാ പാസും ഇപ്പോൾ റൊണാൾഡോയ്ക്ക് മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആർക്കും പോകുന്നില്ല. കോസ്റ്റർകോട്ടയിൽ ഞാൻ വെച്ചത് ഈ സെൻട്രൽ ബാക്കിൽ വെച്ച് ഒരു കാര്യമുണ്ട്. കോസ്റ്റർകോട്ടയ്ക്ക് നല്ല ഹെഡിങ് ഉണ്ട്. ഈ പെനാൾട്ടി കിട്ടിയ കോസ്റ്റർകോട്ടയ്ക്ക് നല്ല ഹെഡിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കോസ്റ്റർകോട്ടനെ വെച്ചത്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ടീമിൻ്റെ സ്ട്രെങ്ത് വന്നിട്ട് കൂടും. സോറി. പിന്നെ നമുക്ക് ലോഡറോ മാർട്ടിനസിനെ വെച്ചു.
സെൽ ആൻഡ് ഫോമോട്ടോ കുഴപ്പമില്ല, ഇനി കളിക്കാം. ഞാൻ ആകെ കിലിൻ എംബാപ്പേനെ കൊണ്ട് ആകെ രണ്ട് ഗോളെങ്ങാണ്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഈ കിലിൻ എംബാപ്പേനെ വാങ്ങിയ ടീമിൻ്റെ സ്ട്രെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇതിനെക്കാട്ടും നല്ല വേറെ ഒന്നും ഇല്ല എനിക്ക്. അതും വേറൊരു കാര്യമുണ്ട്. പിന്നെ തുടക്കത്തിൽ നമുക്ക് പ്ലേയേഴ്സിന് അങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ. ബട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, തുടക്കത്തിൽ നിന്ന് പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റിൽ നിന്ന് മെസ്സിനെ വാങ്ങി. പിന്നെ എൻ്റെ കയ്യിലൊരു റൊണാൾഡോ ഉണ്ട്. പിന്നെ അത് വേറെ കാര്യം. ബാറ്ററി കുറവാണ്. ശരി, ആരും എന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ബൈ ഗൈസ്.